താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുശ്മശാനത്തിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയതായി പരാതി. മരങ്ങളുടെ ചില്ലകൾ സമീപത്തെ കടകൾക്കും ITIക്കും ഭീഷണിയായ സാഹചര്യത്തിൽ ചില്ലകൾ മുറിച്ചു മാറ്റാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ മറവിലാണ് ലക്ഷങ്ങളുടെ മരക്കൊള്ള നടന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു. മുസ്ലിം ലീഗും യൂത്ത് ലീഗും വിഷയത്തിൽ ബന്ധപ്പെട്ടവർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. കരിങ്കലത്താണി വെട്ടത്തൂർ റോഡിലെ സർക്കാർ ITIക്ക് പിന്നിലുള്ള പൊതുശ്മശാനത്തിലെ മരങ്ങളുടെ കൊമ്പുകൾ ITIക്കും പൊതുജനങ്ങളുടെ കെട്ടിടങ്ങൾക്കും ഭീഷണിയായ സാഹചര്യത്തിലാണ് കൊമ്പുകൾ മാത്രം മുറിച്ചു നീക്കാനായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതും ഇതിനായി അനുമതി നൽകിയതും. എന്നാൽ കൊമ്പുകൾ മാത്രമല്ല, മരം തടിയോടുകൂടി മുറിച്ചു കടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസം അമ്മിനിക്കാട് തൂങ്ങിമരിച്ച വ്യക്തിയുടെ സംസ്കാരത്തിനായി എത്തിയ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം N. സുലൈമാൻ മരങ്ങൾ മുറിച്ചത് യാദൃച്ഛികമായി കാണുകയായിരുന്നു. സംശയത്തെ തുടർന്ന് സ്ഥലം കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് വ്യാപകമായി മരങ്ങൾ മുറിച്ചു നീക്കിയതായി കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അമ്മിനിക്കാടൊരു തൂങ്ങി മരം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ അവിടെ മറയല്ല സ്ഥലം, നമ്മൾ പൊതുമശാനാണല്ലോ, അവർക്ക് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് വിളിച്ചു. അപ്പോൾ ഞാൻ വന്ന് ഇവിടെ അവർക്ക് കാണിച്ചു കൊടുത്തു, സ്ഥലം കാണിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഇവിടെ നടന്ന കൊള്ള കാണുന്നത്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ചില്ലുകളല്ല വെട്ടിക്കുന്നത്, ഉള്ളിലേക്കുള്ള മരങ്ങൾ പോലും വെട്ടി മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഇവിടുത്തെ മുമ്പത്തെ വാർഡ് മെമ്പറായിരുന്നു. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ മരങ്ങൾ തന്നെ കാണാനില്ല, മൊത്തത്തിൽ കട്ടായി പോയിട്ടുണ്ട്. അതിന് ആരെന്നെ ആയാലുമല്ല, എങ്ങനെ അന്വേഷിച്ചു ആയാലുമല്ല, പെട്ടെന്ന് പ്രതികളെ പിടിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികാരികളുടെ ശ്രദ്ധയിൽ വിഷയം ധരിപ്പിച്ചതായി പഞ്ചായത്ത് അംഗങ്ങളായ KM ഫത്താഹ്, A. നസീമ എന്നിവർ അറിയിച്ചു. ഏപ്രിൽ 24 നടന്ന ഭരണസമിതി യോഗത്തിൽ 16-ാം വാർഡിൽ ഉൾക്കൊള്ളുന്ന ITIക്കും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന പൊതുശ്മശാനത്തിൽ നിന്നുള്ള വൃക്ഷങ്ങളും ITIക്കും അതുപോലെ തന്നെ പ്രൈവറ്റായിട്ടുള്ള വ്യക്തികൾക്കും തടസ്സമുണ്ട് എന്നുള്ള ഒരു ചർച്ച വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തടസ്സം വരുന്ന മരത്തിൻ്റെ ചില്ലകൾ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അന്ന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ ഈ 1.5 ഏക്കർ വരുന്ന പൊതുശ്മശാനത്ത് ഏകദേശം ഇന്നലെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു 10-20 വൻ മരങ്ങൾ, അത് പടുമരങ്ങളായിട്ടുണ്ട്, മറ്റു തേക്കും അതുപോലെ തന്നെ മറ്റു വൃക്ഷങ്ങളൊക്കെ ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയോളം വില വരുന്ന മരങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടതായി നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ സെക്രട്ടറിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഉദ്യോഗ വൃന്ദത്തിനും നമ്മൾ പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യം നടത്തിയവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. 20-ലധികം മരങ്ങൾ മുറിച്ചതായാണ് വിവരം. 5 ലക്ഷത്തോളം രൂപയുടെ മൂല്യം മരങ്ങൾക്ക് പ്രാഥമികമായി കണക്കാക്കുന്നു. ചില്ലകൾ വെട്ടിമാറ്റാൻ ലഭിച്ച അനുമതിയുടെ മറവിൽ വലിയ പകൽ കൊള്ളയാണ് നടന്നിട്ടുള്ളതെന്ന് മുസ്ലിം ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VP റഷീദ് പറഞ്ഞു. ശ്മശാനത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് ഒരു പകൽ കൊള്ളയാണ്. സത്യത്തിൽ ഇവിടെ ITI വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്വാഗത ഓഡിറ്റോറിയം ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് വരുന്ന ചില്ലകൾ വെട്ടിമാറ്റാനുള്ള പെർമിഷനാണ് കഴിഞ്ഞ ഭരണസമിതി യോഗം നൽകിയത്. എന്നാൽ അതിൻ്റെ മറവിൽ ഒരു പകൽ കൊള്ളയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പൊതുമുതൽ പകൽ സമയത്ത് തന്നെ വെട്ടി കള്ളന്മാർ എന്നുള്ള നിലക്ക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ടത് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. നിയമത്തിൻ്റെ മുമ്പിൽ ആ ആളുകളെ കൊണ്ടുവരികയും ഈ പൊതുമുതൽ എടുത്ത ആളുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകുകയും വേണമെന്നാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും UDFും ഒക്കെ ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. ഇതൊരിക്കലും ഞങ്ങൾ വിട്ടു നൽകുകയില്ല. ഇത് നിയമ പോരാട്ടത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ പാർട്ടിയും മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. മുസ്ലിം ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MT അഫ്സൽ, ഭാരവാഹികളായ PT സിദ്ദിഖ്, V. മുസ്തഫ, P. അസ്കർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.